ഹലോ വെൽക്കം ബാക്ക് ടു ഡിഗ്രി മീഡിയ ചാനൽ. ഇന്ന് നമ്മൾ ഷേക്സ്പിയർ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദി സെറ്റിംഗ് ഓഫ് വിർജീനിയ വോൾഫ്സ് ബുക്ക് എ റൂം ഓഫ് വൺസ് ഓൺ? വിർജീനിയ വോൾഫിൻ്റെ എ റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള പുസ്തകത്തിൻ്റെ സെറ്റിംഗ് എവിടെയാണ് അല്ലെങ്കിൽ എന്താണ്? ദ സെറ്റിംഗ് ഓഫ് വിർജീനിയ വോൾഫ്സ് ബുക്ക് എ റൂം ഓഫ് വൺസ് ഓൺ ഈസ് ദ എഡ്യൂക്കേഷണൽ, സോഷ്യൽ ആൻഡ് ഫൈനാൻഷ്യൽ ഡിസഡ്വാൻറ്റേജസ് women have faced throughout the history. The major argument is a woman must have money and a room of her own if she is to succeed as a writer. അപ്പോൾ ഇവിടെ പറയുന്നത് ഹിസ്റ്ററി വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ ഒരു സ്ത്രീ എഡ്യൂക്കേഷണലി, സോഷ്യലി, ഫൈനാൻഷ്യലി ഏത് രീതിയിൽ നേരിടുന്നു, ഈ കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ നേരിടുന്നു എന്നുള്ള കാര്യങ്ങളാണ് റൂം ഓഫ് വൺസ് ഓണിൽ പറയുന്നത്. മാത്രമല്ല ഇതിൽ പറയുന്ന ഒരു മേജർ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പണവും അതേപോലെ തന്നെ ഒരു റൂമും അവളുടേതായിട്ടുള്ള ഒരു സ്പേസ് അത് വേണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് എ റൂം ഫോർ ഹെർ ഓൺ ഇഫ് ഷീ ഈസ് ടു സക്സീഡ് ആസ് എ റൈറ്റർ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൂ ഈസ് ജൂഡിത്ത് ഷേക്സ്പിയർ? ജൂഡിത്ത് ഷേക്സ്പിയർ ഈസ് എൻ ഇമാജിനറി സിസ്റ്റർ ഓഫ് ഷേക്സ്പിയർ. ഇറ്റ് വാസ് എൻ ഇമാജിനറി പേഴ്സൺ ക്രിയേറ്റഡ് ബൈ വിർജീനിയ വോൾഫ് ടു ഷോ ഹൗ ഷീ വുഡ് ഹാവ് ഫെയിൽഡ് ഈവൻ ഇഫ് ഷീ ഹാഡ് ദ സെയിം ടാലൻസ് ലൈക്ക് ഷേക്സ്പിയർ ടു റൈറ്റ്. അപ്പോൾ ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി സിസ്റ്ററാണ് ഷേക്സ്പിയറിൻ്റെ. ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത് വിർജീനിയ വോൾഫാണ് അവരുടെ ഈ ഒരു റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ള പുസ്തകത്തിൽ. ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഷേക്സ്പിയറിനെ പോലെ തന്നെ ഈക്വലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റർ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്ക് എഴുത്ത് എന്നുള്ള രീതിയിൽ വൻ പരാജയമായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ക്യാരക്ടറാണ് നമ്മുടെ ജൂഡിത്ത് ഷേക്സ്പിയർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഹിസ്റ്ററി സേ അബൌട്ട് ദ പൊസിഷൻ ഓഫ് വിമൻ? എന്താണ് ചരിത്രം സ്ത്രീകളുടെ സ്ഥാനത്തെ പറ്റി പറയുന്നത്? അബൌട്ട് ദി പൊസിഷൻ ഓഫ് വിമൻ, ഹിസ്റ്ററി സീസ് ദാറ്റ് ദേ വെയർ ഫോഴ്സ്ഡ് ബൈ ദ പാരൻസ് ആൻഡ് കമ്പൽഡ് ബൈ സൊസൈറ്റി ബൈ ദ പവർ ഓഫ് ലോസ് ആൻഡ് കസ്റ്റംസ് ടു ഗെറ്റ് മാരീഡ്. അതായത് സ്ത്രീകൾ അവരുടെ പാരൻസിനാലും അതുപോലെ തന്നെ സൊസൈറ്റിയിലാലും ഒക്കെ കമ്പൽ ചെയ്യപ്പെടുന്നുണ്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഹിസ്റ്ററി മാർക്ക് ചെയ്യുന്നതാണ്. സോ എ വിമൻ കുഡിൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ഹർ ജീനിയസ്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് അവരുടെ ജീനിയസ് പുറത്ത് കാണിക്കാൻ വേണ്ടി സാധിച്ചില്ല. Geniuses must have existed among the working classes and among women, but they had no chance to showcase their genius. ഈ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ ജീനിയസ് ഉണ്ടായിരിക്കാം, പക്ഷേ അവർക്ക് അവരുടെ കഴിവുകളൊന്നും പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് chastity according to Virginia Woolf? According to Virginia Woolf, chastity then and now had a religious importance in a woman's life. Chastity and virginity are praised the women, but nobody seems to bother with such things when it comes to men. അപ്പോൾ വൂൾഫിൻ്റെ അഭിപ്രായത്തിൽ ചാസ്റ്റിറ്റി എന്നുള്ളതിന് റിലീജിയസ് ആയിട്ട് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സ്ത്രീൻ്റെ ലൈഫിൽ. ഈ ചാസ്റ്റിറ്റി, വിർജിനിറ്റി എന്ന കാര്യത്തിൽ സ്ത്രീകളെ നല്ല രീതിയിൽ പ്രൈസ് ചെയ്യാറുണ്ട്, പക്ഷേ പുരുഷന്മാരത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ആരും നോക്കാറില്ല. സോ ഇനി നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. The relevance of the title Shakespeare Sister. The title refers to a section of Virginia Woolf's feminist essay Room of One's Own, in which she argues that if William Shakespeare had a sister of equal genius as a woman, she would not have had the opportunity to make use of it. Woolf named this imaginary sister as Judith. Even if Judith were as intelligent, imaginative and skilled to write, she could not have written the poems and plays that Shakespeare wrote just because she was a woman. Even if she wrote them, they would not be accepted by the society, which would brand them as the ravings of a crazy woman. Woolf says that women in those days were capable only of being mothers and housewives. Women were betrothed to any man of their parents' choice. The woman had no say even in her marriage. Thus the title shows the plight of a woman during the time of Shakespeare. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷേക്സ്പിയർ സിസ്റ്റർ എന്ന് പറഞ്ഞ ടൈറ്റിലിൻ്റെ റെലവൻസ് എന്താണ്, പ്രാധാന്യം എന്താണ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ വരുന്നത് വിർജീനിയ വൂൾഫിൻ്റെ എസ്സേ ആയിട്ടുള്ള റൂം ഓഫ് വൺസ് ഓൺ എന്നുള്ളതിലാണ്. ഇതിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് ഷേക്സ്പിയർ സിസ്റ്റർ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഷേക്സ്പിയറിൻ്റെ കാലഘട്ടത്തിൽ ഷേക്സ്പിയറിൻ്റെ അതേ ജീനിയസോട് കൂടിയുള്ള ഒരു സിസ്റ്റർ അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ടാലൻ്റ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ഈ ഒരു ഇമാജിനറി സിസ്റ്ററിനെ വിർജീനിയ വൂൾഫ് വിളിക്കുന്നത് ജൂഡിത്ത് എന്നുള്ളതാണ്. അപ്പോൾ ജൂഡിത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഇമാജിനേറ്റീവ് ആണ്, സ്കിൽഡ് ആണ്. എന്നിരുന്നാൽ പോലും അവൾക്ക് ആ ഒരു കാലഘട്ടത്തിലാണ് അവൾ ജീവിച്ചിരുന്നത് എങ്കിൽ അവൾക്ക് എഴുതാൻ കഴിയില്ലായിരുന്നു. കാരണം എന്താണ്? അവളൊരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ഇനി എങ്ങാണ്ടും അവൾ എഴുതി കഴിഞ്ഞാൽ തന്നെ അതാരും ആ ഒരു സൊസൈറ്റി തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ലായിരുന്നു. ഇത് ജസ്റ്റ് ഒരു ക്രേസി ആയിട്ടുള്ള ഒരു പ്രാന്തമായിട്ടുള്ള ഒരു സ്ത്രീയുടെ കുറച്ച് റേവിങ്സ് ആണെന്ന് മാത്രമേ എല്ലാവരും വിശ്വസിക്കുകയുള്ളൂ.
ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അമ്മമാരായിട്ടും ഹൗസ് വൈഫായിട്ടും നിൽക്കാൻ മാത്രമേ അവർക്ക് ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പാരൻസും ഹസ്ബൻഡുമാരും എന്താണോ പറയുന്നത് അത് കേട്ടനുസരിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ആകെയുള്ള ചോയ്സ്. സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം പോലും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലായിരുന്നു. അപ്പോൾ ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് ഈ ഒരു ഷേക്സ്പിയർ സിസ്റ്റർ എന്ന ടൈറ്റിലൂടെ അവർ കാണിക്കുന്നത്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജൂഡിത്ത് ഷേക്സ്പിയർ. Judith Shakespeare is an imaginary character in the essay Shakespeare's Sister, which is chapter 3 of Virginia Woolf's feminist essay A Room of Her Own. റൂം ഓഫ് ഫൺസോൺ എന്നാണ് കേട്ടോ. ജൂഡിത്ത് ഈസ് ഷേക്സ്പിയേഴ്സ് ഇമാജിനറി സിസ്റ്റർ. വൂൾഫ് ഇൻവെൻറ്റ്സ് ദ സ്റ്റോറി ഓഫ് ജൂഡിത്ത് ഷേക്സ്പിയർ ടു ടെൽ ദ റീഡേഴ്സ് ദ ഫാക്ട്സ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വിമൻ ആൻഡ് ലിറ്ററേച്ചർ. She states that even if Shakespeare had a sister who was equally talented as Shakespeare, society would not have allowed her to enrich her creativity. The portrait of Judith Shakespeare shows the tragedy and the anguish that intelligent women experience. Woolf throw light on the discrimination, victimization, and alienation women face in patriarchal societies. Wolves think that Judith, being depressed and oppressed, would have gone crazy or committed suicide. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജൂഡിത്ത് ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഷേക്സ്പിയർ സിസ്റ്ററിലുള്ള ഒരു ഇമാജിനറി ക്യാരക്ടറാണ്. അത് കൊണ്ടുവന്നിട്ടുള്ളത് വിർജീനിയ വൂൾഫാണ്. അവരുടെ എസ്സേ ആയിട്ടുള്ള റൂം ഓഫ് ഫൺസോൺ എന്നുള്ള എസ്സേയിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത് ആ ഒരു സമയത്ത് സ്ത്രീകളും ലിറ്ററേച്ചറും തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ അതേ ടാലൻ്റുള്ള ഒരു സിസ്റ്റർ അവർക്കുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ടാലൻറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു. അത് സൊസൈറ്റി അംഗീകരിക്കുകയില്ലായിരുന്നു. അപ്പോൾ ഈ ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള ക്യാരക്ടറോട് കൂടി കാണിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇൻ്റലിജൻസ് ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടാണ്ടിരിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതിൽ ഡിസ്ക്രിമിനേഷൻ, വിക്ടിമൈസേഷൻ ആൻഡ് ഏലിയനേഷൻ പറയുന്നുണ്ട്. സ്ത്രീകൾ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ, അതായത് പുരുഷന്മാർ ഭരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ സ്ത്രീകളുടെ അവസ്ഥ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇനി ജൂഡിത്തിന് ഇതുപോലെയുള്ള കഴിവുകളൊന്നും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ അവർ ചിലപ്പം സൂയിസൈഡ് ചെയ്തേനെ. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു ഇമാജിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരാളില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്കുള്ള ടാലൻറ്റ് ഉപയോഗിക്കാൻ കഴിയാതെ അവർ സൂയിസൈഡ് ചെയ്തേനെ. നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ടാലൻ്റ് ഉണ്ട്, അത് ഒരുപാട് കാലത്തേക്ക് ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്തേനെ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓസ്കാർ ബ്രൗണിങ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വിമൻ. Oscar Browning was a great figure at Cambridge at one time. He used to examine the students at Newham, Women's College of the University of Cambridge, and also Girton, another college of the same university. He used to declare that impression left on his mind after looking over any set of examination papers was that the best woman was intellectually inferior to the worst man. After saying that, he went back to his rooms and found a stable boy lying on the sofa, mere skeleton. His cheeks were cavernous and shallow. His teeth were black and he did not have the full use of his limbs. That is Arthur. Mr. Browning said, "He's a dear boy, really, and most high-minded." It shows Oscar Browning had a very poor attitude towards women. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലൊരു നോട്ടബിൾ ആയിട്ടുള്ള ഫിഗർ ആയിരുന്നു ഓസ്കാർ ബ്രൗണിങ്. അദ്ദേഹം നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള കോളേജസിലൊക്കെ എക്സാമിൻ ചെയ്യാറുണ്ട് അവിടുത്തെ സ്റ്റുഡൻസിനെയൊക്കെ. ആൾ പറയുന്നത് എക്സാമിനേഷൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്നതാണ് ബെസ്റ്റ് വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള മാനേക്കാളും ഇൻ്റലക്ച്വലി ഇൻഫീരിയർ ആണ് എന്ന്. ശേഷം ആൾ റൂമിലേക്ക് പോയ സമയത്ത് ഒരു മിയർ സ്കെൽറ്റനോട് കൂടി ചീക്സൊക്കെ കവേർനെസ്സും ഷാലോ ആയിട്ടുള്ള ടീത്തൊക്കെ ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ആർത്തറാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ആൾ ഒരു ഡിയർ ബോയ് ആണ്, ഭയങ്കര ഹൈ മൈൻഡഡ് ആണ്. അപ്പോൾ ഇവിടെ സ്ത്രീകളോട് ബ്രൗണിങ്ങിനുണ്ടായിരുന്ന ഒരു പുവർ ആറ്റിറ്റ്യൂഡിനെയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് were the conditions of women in the Elizabethan era? The conditions of women in the Elizabethan era were very deplorable. They were forced by the parents and compelled by the society by the power of laws and customs to get married. So if a woman couldn't demonstrate her genius, even if she was one, geniuses must have existed among the working class and among women. The women were supposed to be mothers and housewives, doing the household chores and tending the families. The literary works of women received no recognition or approved by the general public as the society was essentially patriarchal. Many of the earlier poems whose authors were unknown may be compositions by women. Women writers were forced to use many pseudonyms to veil their identity. Men had an instinctive desire for fame and ownership. Women writers were ignored.
Any woman born with great gift in the 16th century would have gone crazy or shot herself or ended her days in some lonely cottage branded as a half witch, half wizard, feared and mocked at. അപ്പോൾ എലിസബത്തിൻ ഇറയിലുള്ള സ്ത്രീകളെല്ലാം ഒരുപാട് കഷ്ടതകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പാരൻസും സൊസൈറ്റിയും കമ്പൽ ചെയ്യുന്ന രീതിയിൽ മാത്രമേ അവർക്ക് കല്യാണം പോലും കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. അവർക്ക് അവരുടെ ജീനിയസ് തെളിയിക്കാനുള്ള ഒരു വഴിയും ഇല്ലായിരുന്നു. ചിലപ്പോൾ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ഇടയിലൊക്കെ നല്ല കഴിവുള്ള ആളുകളുണ്ടായിരിക്കാം. അതുപോലെ തന്നെ അവർ വെറും മദേഴ്സ് ആവാനും ഹൗസ് വൈഫ്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ആളുകളായിരുന്നു. അവരെഴുതിയിട്ടുള്ള ലിറ്റററി വർക്ക്സിനൊന്നും ഒരു തരത്തിലുള്ള റെക്കഗ്നീഷനും കിട്ടിയിരുന്നില്ല. മാത്രമല്ല അവരൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലായതുകൊണ്ട് തന്നെ അതിനൊന്നും ഒരു അപ്രൂവലും ലഭിച്ചില്ല. ചിലപ്പോൾ ഓതേഴ്സ് ഒന്നും ഇല്ലാത്ത പണ്ട് കാലത്ത് എഴുതപ്പെട്ട പോമുകളൊക്കെ എഴുതിയിട്ടുള്ളത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവർ എഴുതിയിരുന്നത് സ്യൂഡോണിംസിൽ വരെ എഴുതി പ്രസിദ്ധീകരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം സ്യൂഡോണിംസ് ഇടുന്നത് എന്തുകൊണ്ടാണ്, ആരാണ് എഴുതിയത് എന്ന് മനസ്സിലാക്കാണ്ടിരിക്കാൻ വേണ്ടി. പുരുഷന്മാർക്ക് ഫെയിമും ഓണർഷിപ്പൊക്കെ അത്യാവശ്യമായിരുന്നു. പക്ഷെ അതുപോലെയല്ല സ്ത്രീകളുടെ കേസിലുണ്ടായിരുന്നത്. വുമൻ റൈറ്റേഴ്സിനൊക്കെ ഇഗ്നോർ ചെയ്തിരുന്നു. 16th സെഞ്ച്വറിയിൽ നല്ല ജീനിയസ് ആയിട്ടുള്ള ഒരു സ്ത്രീ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ടാലൻറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാതെ അവർ വല്ല കോട്ടേജിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവസാനിപ്പിച്ചതിന് ഏതെങ്കിലും രീതിയിൽ അവർ സൂയിസൈഡ് ചെയ്തേനെ എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ മോർ വീഡിയോസ്.